റവയും ഉരുളക്കിഴങ്ങും ഉണ്ടോ? എന്നാൽ നമുക്കൊരു അടിപൊളി ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഈവനിങ് സ്നാക്ക് മാത്രമല്ല, ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം കൂടിയാണ്. റവയും ഉരുളക്കിഴങ്ങൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്കൊരു പൊട്ടറ്റോ മസാല തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 3 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് സവാള, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു പച്ചമുളക്. അപ്പോൾ രണ്ടും കൂടെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഇവിടുന്ന് വഴന്ന് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. ഇവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. പുളി കുറവുള്ള തൈരാണെങ്കിൽ കൂടുതൽ നല്ലത്. പിന്നെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർക്കാം 1/2 ടീസ്പൂൺ. പിന്നെ ഗരം മസാല ചേർക്കണം. ഗരം മസാലയും 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. അടുത്തതായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസാണ് എടുത്തിട്ടുള്ളത്. നന്നായി ചെറുതൊക്കെ ആണെങ്കിൽ 3 എണ്ണം എടുക്കാം. അപ്പോൾ ഈ മസാലയുമായിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പൊട്ടാറ്റോ മസാല അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയില വിതറിയിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ബാറ്ററി ഇപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. റവ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതുവരെ ചേർത്തിട്ടില്ലല്ലോ. പിന്നെ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് 1-2 തവണയായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ. നമ്മുടെ ബാറ്റർ നന്ന തിക്കായിരിക്കാനും പാടില്ല, നന്ന ലൂസായിരിക്കാനും പാടില്ല. അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടുന്നത്. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. പാനിൽ ഓയിൽ ഒന്ന് തടവി കൊടുക്കണം. എന്നിട്ട് ബാറ്റർ ഒരു തവി കോരി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ മസാല കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അത്രയേ വേണ്ടൂ, കൂടുതലൊന്നും വേണ്ട. കുറച്ച് ബാറ്റർ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1-2 സെക്കൻഡ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 2 സെക്കൻഡ് കഴിഞ്ഞാൽ ഇതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ സൈഡിലും മുകളിലൊക്കെ ആയിട്ട് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. 2 മിനിറ്റ് നമുക്കിത് അടച്ചു വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ഇപ്പോൾ സൈഡൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കിയെടുക്കാം.
അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതിന് പ്രത്യേകിച്ച് ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമേ ഇല്ല. ഒരു സാൻഡ്വിച്ചൊക്കെ പോലെയാണ്, റവ സാൻഡ്വിച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്